നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ഈ രേഖകൾ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. മരണശേഷമുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഒരു ചിത്രമുണ്ട്, അല്ലേ? ഉണ്ട്, തീർച്ചയായും. ഒരുപക്ഷേ സിനിമകളിലൊക്കെ കണ്ടിട്ടാവാം. മണ്ണടിഞ്ഞുപോയ അസ്ഥികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു, അതെ അതെ, അതിൽ മാംസം പൊതിയുന്നു, പിന്നെ പതിയെ എഴുന്നേറ്റ് വരുന്നു. ഒരുതരം എന്താ പറയാ, ഒരു ഫ്രാങ്കൻസ്റ്റീൻ മോഡൽ പുനർനിർമ്മാണം. കറക്റ്റ്. എന്നാൽ നിങ്ങൾ തന്ന ഈ സോഴ്സുകൾ പറയുന്നത് ഖുറാൻ മുന്നോട്ട് വെക്കുന്ന ചിത്രം അതല്ല, മറിച്ചു തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് എന്നാണ്. അതെ, ആ താരതമ്യം വളരെ ശരിയാണ്. ഇതൊരു റീകൺസ്ട്രക്ഷൻ അല്ല, മറിച്ചൊരു റീഇൻസ്റ്റേറ്റ്മെന്റ് അഥവാ പുനഃസ്ഥാപനം ആണ് എന്ന ആശയത്തിനാണ് ഈ രേഖകൾ ഊന്നൽ നൽകുന്നത്. പുനഃസ്ഥാപനം, അതായത് ചിതറിപ്പോയ ഭാഗങ്ങൾ പെറുക്കിയെടുത്ത് ഒട്ടിച്ചു ചേർക്കുന്ന ഒരു ഭൗതിക പ്രക്രിയയല്ല പുനരുത്ഥാനം. അതിനപ്പുറം ദൈവത്തിന്റെ അറിവിലും കൽപ്പനയിലും ഒരു വ്യക്തിയുടെ അസ്തിത്വം എങ്ങനെ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടാണ് ഖുർആൻ നൽകുന്നത്. ഇതിലെ ഫോക്കസ് ഭൗതിക വസ്തുക്കളിൽ നിന്ന് പൂർണ്ണമായും മാറുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ രേഖകളിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വാദമുണ്ട്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെ ആദ്യമായി സൃഷ്ടിക്കാൻ സ്രഷ്ടാവിന് മുൻപിലൊരു മോഡലോ മണ്ണോ അസ്ഥികളോ DNA സാമ്പിളോ ഒന്നും ആവശ്യമില്ലായിരുന്നു. ശരിയാണ്. ശൂന്യതയിൽ നിന്നാണ് നിങ്ങളെ ഉണ്ടാക്കിയത്. അങ്ങനെയെങ്കിൽ രണ്ടാമത് നിങ്ങളെ സൃഷ്ടിക്കാൻ എന്തിനാണ് നിങ്ങളുടെ ശവകുടീരത്തിലെ മണ്ണ്? അതുതന്നെ. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നുമെങ്കിലും നമ്മുടെ ചിന്തയെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു പോയിന്റാണത്. തീർച്ചയായും. ഖുറാനിലെ 21-ാം അധ്യായത്തിലെ 104-ാം വാക്യം ഈ ആശയം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യമായി സൃഷ്ടിച്ചതുപോലെ നാം അത് ആവർത്തിക്കുന്നതാണ്. ഇവിടെ ആവർത്തിക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ പ്രക്രിയയുടെ അതേ മാതൃക പിന്തുടരുമെന്നാണ്. ഒന്നോർത്തു നോക്കൂ, ആദ്യത്തെ മനുഷ്യന്റെ സൃഷ്ടിക്കു മുൻപ് ഒരു ശവകുടീരമുണ്ടായിരുന്നില്ല, ഇല്ല, ഒരു ഫോസിൽ പോലും ഉണ്ടായിരുന്നില്ല. അത് പൂർണ്ണമായും ദൈവത്തിന്റെ ഇച്ഛയിൽ നിന്നും കൽപ്പനയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അതേ തത്വം തന്നെയാണ് രണ്ടാമത്തെ സൃഷ്ടിക്കും ബാധകം. അപ്പോ ഇതിനെ ഒരു റീസൈക്ലിംഗ് പ്രോസസ്സായി കാണാൻ പറ്റില്ല. അതായത് പഴയ കുപ്പികൾ ഉരുക്കി പുതിയ കുപ്പികൾ ഉണ്ടാക്കുന്നത് പോലെ പഴയ ശരീരത്തിലെ അണുക്കൾ എടുത്ത് പുതിയ ശരീരം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. എക്സാക്ട്ലി. റീസൈക്ലിംഗ് എന്ന വാക്കിവിടെ തെറ്റായ ഒരു ചിത്രമാണ് നൽകുക. കാരണം റീസൈക്ലിങ്ങിന് പഴയ വസ്തുക്കൾ വേണം. ഇവിടെ അതല്ല വിഷയം. ഇതൊരു പുതിയ സൃഷ്ടി തന്നെയാണ്, പക്ഷേ പഴയ വ്യക്തിത്വത്തെ അതേപടി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ സൃഷ്ടി. ഓക്കെ. അതിനെയാണ് പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ കർമ്മങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന നിങ്ങളെ അതേപടി പുനഃസ്ഥാപിക്കുന്നു. അതിന് നിങ്ങളുടെ പഴയ ശരീരത്തിലെ ഒരു ആറ്റം പോലും ആവശ്യമില്ല. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. നിങ്ങൾ നിങ്ങളുടെ അണുക്കളല്ല എന്ന ആശയത്തിലേക്ക് നമ്മൾ വരുന്നു. അതെ. ഇത് കേൾക്കുമ്പോൾ ഒരു ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ് പോലെ തോന്നാം. പക്ഷേ ബയോളജിക്കലി ചിന്തിച്ചാലും അത് ശരിയാണല്ലോ. ശരിയാണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. 7 വർഷം കൂടുമ്പോൾ നമ്മുടെ ശരീരം ഏതാണ്ട് പൂർണ്ണമായും പുതിയ കോശങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒന്നായി മാറുമെന്ന് പറയാറുണ്ട്. അപ്പോൾ 20 വയസ്സിലുള്ള ഞാൻ ഉപയോഗിച്ച അതേ ഭൗതിക വസ്തുക്കളല്ല 40 വയസ്സിലുള്ള എന്റെ ശരീരത്തിലുള്ളത്. എന്നിട്ടും ഞാൻ എന്നത് മാറുന്നില്ല. വളരെ ശരിയായൊരു നിരീക്ഷണമാണത്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ തുടർച്ച എന്നത് ഭൗതികമായ ഒന്നല്ല എന്ന് ഈ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മരണശേഷം ഈ അണുക്കൾ പൂർണ്ണമായും ചിതറിപ്പോകുന്നു. അവ മണ്ണിൽ ലയിക്കുന്നു, ചെടികൾ ആഗിരണം ചെയ്യുന്നു. ആ ചെടികളെ മൃഗങ്ങൾ കഴിക്കുന്നു, ആ മൃഗങ്ങളെ മറ്റു മനുഷ്യർ കഴിക്കുന്നു. അതെ, അങ്ങനെ അതൊരു വലിയ സൈക്കിളിന്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ എന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു കാർബൺ ആറ്റം നാളെ മറ്റൊരാളുടെ ശരീരത്തിന്റെ ഭാഗമായാൽ പുനരുത്ഥാന ദിവസം ആ ആറ്റത്തിന് ആരവകാശം പറയും? ശരിയാണ്, അതൊരു ലോജിക്കൽ പ്രശ്നമാണ്. ആ ചോദ്യം തന്നെ ആ വാദത്തെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഭൗതിക വസ്തുക്കൾ അല്ല നമ്മുടെ വ്യക്തിത്വത്തെ നിലനിർത്തുന്നതെങ്കിൽ പിന്നെന്താണ്? ഈ രേഖകൾ അനുസരിച്ച് എന്താണ് ആ ആങ്കർ? ഈ രേഖകൾ മുന്നോട്ട് വയ്ക്കുന്ന ഉത്തരം ഇതാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ തുടർച്ചയ്ക്ക് 3 അടിസ്ഥാനങ്ങളാണുള്ളത്. ഓക്കെ. 1, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്ന ദൈവത്തിന്റെ അനന്തമായ അറിവ്. 2, എന്തിനേയും സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കൽപ്പന. ശരി. 3, നിങ്ങളുടെ നഫ്സ് അഥവാ നിങ്ങളുടെ ബോധം, ആത്മാവ്, സത്ത, എസൻസ്. അതെ, ഈ 3 ചേരുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തിത്വം സംരക്ഷിക്കപ്പെടുന്നത്. ഇതിന്
ഖുർആൻ നൽകുന്ന ഏറ്റവും ശക്തമായ തെളിവുകളിലൊന്ന് 75-ാം അധ്യായത്തിലെ 3-4 വാക്യങ്ങളാണ്. ആ, വിരൽത്തുമ്പിന്റെ ഉദാഹരണം അല്ലേ? അതെ, അവിടെ പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന്? അതെ, നാം അവന്റെ വിരൽത്തുമ്പികളെപ്പോലും അതേപടി ശരിയാക്കാൻ കഴിവുള്ളവനാണ്. ആ തിരഞ്ഞെടുപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വിരൽത്തുമ്പുകൾ. അതെ, ആ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കണം. എല്ലുകൾ പെറുക്കിക്കൂട്ടുന്നതിനേക്കാൾ എത്രയോ സൂക്ഷ്മവും സങ്കീർണവുമാണ് ഒരു വിരലടയാളം പുനഃസൃഷ്ടിക്കുന്നത്. ശരിയാണ്. ലോകത്ത് മറ്റൊരാൾക്കും ഇല്ലാത്ത നിങ്ങളുടെ മാത്രം ഐഡന്റിറ്റിയാണത്. ആ വിരലടയാളം പോലും പുനഃസ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് അത്ര വലിയ കാര്യമാണോ എന്നാണ് ചോദ്യം. അപ്പൊ ഊന്നൽ വീണ്ടും ഭൗതിക വസ്തുക്കൾ ശേഖരിക്കുന്നതിലല്ല. അല്ല, മറിച്ച് വിവരങ്ങൾ, ഇൻഫർമേഷൻ എത്ര കൃത്യമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിലാണ്. അതായത് നമ്മുടെ ഒരു ബ്ലൂ പ്രിന്റ് ദൈവത്തിന്റെ പക്കൽ ഭദ്രമാണ്. അതുതന്നെ. ആ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് പുതിയൊരെണ്ണം ഉണ്ടാക്കാനൊരു പ്രയാസവുമില്ല. അതിന് പഴയ കെട്ടിടത്തിന്റെ കല്ലും മണ്ണും ആവശ്യമില്ല. ആ ബ്ലൂ പ്രിന്റ് എന്ന ഉപമ വളരെ നല്ലതാണ്. നിങ്ങളുടെ പൂർണ്ണമായ ഡാറ്റാബേസ്. അതിൽ നിങ്ങളുടെ രൂപം മാത്രമല്ല, ഓർമ്മകൾ, ചിന്തകൾ, ചെയ്ത ഓരോ പ്രവൃത്തിയും ഉൾപ്പെടും. ശരി. അപ്പോ ഈ പുനഃസൃഷ്ടി എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ അസംബ്ലി ലൈൻ അല്ലെങ്കിൽ ഫാക്ടറി പ്രോസസ് അല്ല എന്ന് മനസ്സിലായി. പിന്നെ എങ്ങനെയാണ്? ഒരു സ്വിച്ച് ഇടുന്നത് പോലെയാണോ? അതിലും വേഗത്തിൽ. ഖുർആൻ ഇതിനെ ഒരു നിർമ്മാണ പ്രക്രിയയായിട്ടേ വിവരിക്കുന്നില്ല. ഓക്കേ. മറിച്ച് ഒരൊറ്റ ദൈവിക കൽപ്പനയിലൂടെ തൽക്ഷണം സംഭവിക്കുന്ന ഒന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അറബിയിലെ കുൻ ഫയകൂൻ എന്ന പ്രയോഗം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. ഉണ്ടാകട്ടെ, അപ്പോൾ അതുണ്ടാകുന്നു. അതെ, അവിടെ ഒരു പ്രോസസ്സിങ്ങിന് സമയമില്ല. കൽപ്പനയും സൃഷ്ടിയും ഒന്നിച്ചാണ് സംഭവിക്കുന്നത്. ഘടകങ്ങളോ സമയദൈർഘ്യമോ മെറ്റീരിയൽസിന്റെ ആവശ്യകതയോ ഒന്നും വരുന്നില്ല. ഒന്നും വരുന്നില്ല. ഒരു മിനിറ്റ്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖുറാനിൽ തന്നെ പലയിടത്തും ആളുകൾ ശവകുടീരങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന് പുറത്തു വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുമായി അതിനെ എങ്ങനെ ബന്ധിപ്പിക്കും? അതൊരു വൈരുദ്ധ്യമല്ലേ? അല്ല. ശവകുടീരങ്ങൾക്കൊരു പങ്കുമില്ലെങ്കിൽ പിന്നെന്തിന് അതിനെക്കുറിച്ച് പ്രത്യേകം പറയണം?
ഇതൊരു വളരെ സ്വാഭാവികമായ സംശയമാണ്. ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളെ കുഴപ്പിക്കുന്നൊരു കാര്യവും ഇതായിരിക്കും. അതെ. ഇവിടെയാണ് നമ്മൾ ഖുറാനിന്റെ സാഹിത്യപരമായ ശൈലിയും പ്രതീകാത്മകമായ ഭാഷയും മനസ്സിലാക്കേണ്ടത്. ഈ രേഖകൾ വിശദീകരിക്കുന്നത് ഇവിടെ ശവകുടീരം എന്നത് ഒരു ഭൗതികമായ ഉറവിടം, ഒരു ഫിസിക്കൽ സോഴ്സ് എന്ന അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത് എന്നാണ്. പിന്നെ മറിച്ച് അതൊരു ശക്തമായ പ്രതീകമാണ്. എന്തിന്റെയെല്ലാം പ്രതീകമാണ്? മരണം അവസാനിച്ചു എന്ന തോന്നൽ, അപ്രത്യക്ഷമാകൽ, ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥ, നിസ്സഹായത, ഇതിന്റെയെല്ലാം പ്രതീകമാണ് ശവകുടീരം. ഓക്കേ. ശവകുടീരത്തിൽ നിന്ന് പുറത്തുവരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മരണത്തിനു പോലും നിങ്ങളെ പിടിച്ചുവെക്കാൻ സാധിക്കില്ല എന്നാണ്. നിങ്ങളുടെ കഥ കഴിഞ്ഞു എന്ന് നിങ്ങൾ കരുതിയ ആ ഇടം നിങ്ങളുടെ അവസാനമല്ല എന്ന സന്ദേശമാണത് നൽകുന്നത്. പുനരുത്ഥാനം എന്നത് മരണത്തെയാണ് തോൽപ്പിക്കുന്നത്, ആ മരണത്തിന്റെ പ്രതീകമായ ശവകുടീരത്തെയും. അല്ലാതെ ശവകുടീരത്തിൽ നിന്ന് മണ്ണ് കുഴച്ച് ശരീരമുണ്ടാക്കുന്നു എന്നല്ല. ഒരിക്കലുമല്ല. ഓക്കെ, അപ്പോൾ അതൊരു രൂപകമാണ്. നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ ജയിലിന്റെ ഇഷ്ടിക കൊണ്ടല്ല നിങ്ങളെ വീണ്ടും ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാമല്ലോ. കറക്റ്റ്. അതുപോലെ മരണത്തിന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നു എന്ന് പറയുന്നതിന്റെ ഒരു കാവ്യാത്മകമായ രൂപം. ദി ഗ്രേവ് ഇസ് നോട്ട് എ പോയിന്റ് ഓഫ് ഒറിജിൻ ബട്ട് എ സിംബൽ ഓഫ് ദി സ്റ്റേറ്റ് ബീങ് ഓവർകം. വളരെ കൃത്യമായ ഉപമ. ശവകുടീരം ഒരു സ്റ്റേജിംഗ് പോയിന്റ് അല്ല, മറിച്ച് മരണത്തെ അതിജീവിക്കുന്നതിന്റെ ഒരു രൂപകമാണ്. അതുകൊണ്ടാണ് ഖുറാൻ ഒരേ സമയം ശവകുടീരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും എന്നാൽ സൃഷ്ടി പൂർണ്ണമായും ദൈവത്തിന്റെ കൽപ്പനയാൽ സംഭവിക്കുന്നതാണെന്നും പറയുന്നതും. അപ്പോ അവിടെ വൈരുദ്ധ്യമില്ല. ഇല്ല, രണ്ട് ആശയങ്ങളും ഒരേ സത്യത്തെയാണ് രണ്ട് കോണുകളിൽ നിന്ന് നോക്കിക്കാണുന്നത്. ശരി, അത് വ്യക്തമായി. അപ്പൊ നമുക്ക് കാര്യങ്ങളൊന്ന് ക്രോഡീകരിക്കാം. ഈ ഖുറാനിക കാഴ്ചപ്പാടിൽ പുനരുത്ഥാന ദിവസം എന്തെല്ലാമാണ് യഥാർത്ഥത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നത്? എന്തൊക്കെയാണ് തിരികെ വരുന്നത്, എന്തൊക്കെയാണ് വരാത്തത്? പുനഃസ്ഥാപിക്കപ്പെടുന്ന കാര്യങ്ങളിൽ പ്രധാനം നിങ്ങളുടെ വ്യക്തിത്വം തന്നെയാണ്. അതിൽ നിങ്ങളുടെ ഭൗതികമായ രൂപം പെടും. രൂപം? നിങ്ങൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ. നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങൾ നേടിയ അറിവ്, നിങ്ങളുടെ ബോധം, നിങ്ങളുടെ ബന്ധങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ഏറ്റവും പ്രധാനമായി ഈ ലോകത്ത് നിങ്ങൾ ചെയ്ത ഓരോ കർമ്മവും, അത് നല്ലതായാലും ചീത്തയായാലും, അതിന്റെ പൂർണ്ണമായ രേഖയും നിങ്ങളോടൊപ്പമുണ്ടാവും. ഒന്നും നഷ്ടപ്പെടില്ല, ഒന്നും മറന്നുപോകില്ല. അപ്പോൾ നഷ്ടപ്പെടുന്നത് എന്തെല്ലാമാണ്? പുനഃസ്ഥാപിക്കപ്പെടാത്ത കാര്യങ്ങൾ. പുനഃസ്ഥാപിക്കപ്പെടാത്തത് പ്രധാനമായും ഈ ലോകവുമായി നിങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന ഭൗതികമായ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ശവകുടീരം, നിങ്ങൾ ജീവിച്ചിരുന്ന നാട്, നിങ്ങളുടെ വീട്, സ്വത്ത്, പദവി, ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. ഇതിനെക്കുറിച്ച് വളരെ ശക്തമായൊരു വാക്യം ഖുറാനിലുണ്ട്. 6-ാം അധ്യായത്തിലെ 94-ാം വാക്യം. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ നിങ്ങൾ ഓരോരുത്തരായി ഒറ്റയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരും. ആ ഒറ്റയ്ക്ക് എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. വളരെ വലിയ അർത്ഥമുണ്ട്. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് തുണയും തണലുമായിരുന്ന ഭൗതികമായ ഒന്നും കൂടെയില്ലാതെ എന്നാണ്. നിങ്ങളുടെ കുടുംബപ്പേരോ ബാങ്ക് ബാലൻസോ അധികാരമോ ഒന്നും അവിടെ തിരിച്ചറിയൽ കാർഡുകളല്ല. നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങളുടെ വ്യക്തിത്വവും മാത്രമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഈ ലോകത്ത് നമ്മൾ കെട്ടിപ്പക്കിയ ഭൗതികമായ എല്ലാ നങ്കൂരങ്ങളും അറ്റുപോകുന്നൊരവസ്ഥയാണത്. അതെ, നിങ്ങൾ എന്നത് നിങ്ങളുടെ കർമ്മങ്ങളുടെ ആകത്തുക മാത്രമായി മാറുന്നൊരിടം. അപ്പോൾ ഇതിന്റെ എല്ലാം ആകത്തുക എന്താണ്? പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയെ ചിതറിപ്പോയ ശരീരഭാഗങ്ങൾ ചേർത്തുവെക്കുന്ന ഒരുതരം മെഡിക്കൽ എക്സാമിനറുടെ പുനർനിർമ്മാണത്തിൽ നിന്ന് ഒരു ദൈവികമായ പുനഃപ്രകാശനത്തിലേക്ക് മാറ്റാനാണ് ഈ രേഖകൾ ആവശ്യപ്പെടുന്നത്. അതെ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഇത് ശാസ്ത്രീയമായി എങ്ങനെ സാധ്യമാകും, ചിതറിപ്പോയ ആറ്റങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്നൊക്കെയാണ്. പക്ഷെ ഖുറാൻ പറയുന്നത് ഇത് ഭൗതികശാസ്ത്രത്തിന്റെ വിഷയമേ അല്ല, മറിച്ച് ദൈവത്തിന്റെ അറിവിന്റെയും കഴിവിന്റെയും മാത്രം വിഷയമാണെന്നാണ്. കൃത്യമായി. അതിനെങ്ങനെ സംഗ്രഹിക്കാം? ശവകുടീരങ്ങളല്ല ശരീരങ്ങളെ പുനർനിർമ്മിക്കുന്നത്. ശരി. മണ്ണിലെ അണുക്കളല്ല നിങ്ങളുടെ വ്യക്തിത്വത്തെ സംരക്ഷിക്കുന്നത്. അത് ചെയ്യുന്നത് ദൈവമാണ്. അതിനാൽ പുനരുത്ഥാനമെന്നത് നഷ്ടപ്പെട്ട എന്തോ ഒന്നിനെ വീണ്ടെടുക്കുന്ന പ്രക്രിയയല്ല. കാരണം ദൈവത്തിന്റെ അറിവിലൊന്നും നഷ്ടപ്പെടുന്നില്ല. ഒന്നും നഷ്ടപ്പെടുന്നില്ല. അത് ദൈവത്തിന് എപ്പോഴും അറിയാമായിരുന്ന, അവന്റെ പക്കൽ എപ്പോഴും നിലനിന്നിരുന്ന നിങ്ങളെ വീണ്ടും ഭൗതിക രൂപത്തിലേക്ക് വിളിച്ചു വരുത്തലാണ്. അതൊരു വീണ്ടെടുക്കലല്ല, ഒരു വെളിപ്പെടുത്തലാണ്. ഇറ്റ്സ് നോട്ട് എ റിക്കവറി ബട്ട് എ റെവലേഷൻ. ഈ ചർച്ച നമ്മളെ വളരെ ആഴത്തിലുള്ള ഒരു ചിന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ യഥാർത്ഥ അസ്തിത്വം, നമ്മുടെ സെൽഫ് എന്നത് ഭൗതികമായ തുടർച്ചയിലല്ല,
മറിച്ച് നമ്മുടെ ഓർമ്മയിലും കർമ്മങ്ങളിലും ധാർമ്മികമായ തിരഞ്ഞെടുപ്പുകളിലുമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഈ ജീവിതത്തിൽ നാം എന്തിനാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടത്? നശിച്ചുപോകുന്ന ശരീരത്തിനോ അതോ നിലനിൽക്കുന്ന കർമ്മങ്ങൾക്കോ? അതൊരു വലിയ ചോദ്യമാണ്. ഒരുപക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനായിരിക്കാം ഇത്തരം ചർച്ചകൾ നമ്മെ സഹായിക്കുന്നത്. ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.